ഇല്ല, സജി നന്ദിയേട്ടന്റെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. അമ്മയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ കേട്ടോ. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ. എന്നാ അയച്ചോ. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ എന്നുള്ളതാണ് അമ്മയുടെ പ്രതികരണം. സക്കറിയ ജോർജ് ആണ്. അതെ അതെ, എന്റെ ബന്ധു സക്കറിയ ജോർജ് ആണ് എന്നെ വിളിക്കുന്നത്. അദ്ദേഹം ഒന്ന് സർവീസിലുണ്ട്. എന്നോട് പറഞ്ഞു പോലീസിന് കാണണമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ഫിലിം ചേംബറിൽ ഒരു മീറ്റിംഗ് സക്കറിയ ജോർജ് എന്നോട് കൈക്കൂലി ചോദിച്ചിട്ടില്ല. അത് പറയാം. അദ്ദേഹം പറഞ്ഞു എന്നെ പോലീസിന് കാണും. വിളിച്ചോ വിളിച്ചോ. എന്തായാലും പക്ഷേ ഇത് കഴിഞ്ഞ് ഈ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ച ആരോപണമായതുകൊണ്ട് അത് പോലീസ് അന്വേഷിക്കുമെന്ന് വിചാരിക്കുന്നു. അന്ന് സക്കറിയ ജോർജ് സർവീസിൽ ഉണ്ടല്ലോ, അപ്പൊ പോലീസിന് കാണണമെന്ന് പറഞ്ഞു. താങ്കളെ കുറച്ചുപേര് വന്ന് മീറ്റ് ചെയ്തു. അപ്പൊ അത് പോലീസുകാർ തന്നെ ആവാനാണല്ലോ സാധ്യത. ഞാൻ ആദ്യം വിചാരിച്ചത് ചിലപ്പോൾ പോലീസുകാരാന്ന് പറഞ്ഞ ആരെങ്കിലും താങ്കളെ പറ്റിച്ചു. അപ്പൊ സക്കറിയ ജോർജ് പറഞ്ഞതുകൊണ്ട് അത് പോലീസുകാരായിരിക്കുമല്ലോ. അപ്പൊ ആരാണ് പോലീസുകാർ എന്നുള്ളത് കണ്ടെത്തണം. അങ്ങനെ ആ തരത്തിൽ കോഴ കൊടുക്കാം എന്ന് പറഞ്ഞ പോലീസുകാർക്ക് ഇപ്പൊ അവരുടെ ഗൗരവമുള്ള ഒരു ആരോപണം സജി നന്ദിയാട്ട് ഉന്നയിക്കുന്നു. അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. സക്കറിയ ജോർജ് ആണ് താങ്കളെ ആദ്യം വിളിച്ച് ഈ കാര്യം ഇന്റിമേറ്റ് ചെയ്തത്. പല ഗൗരവങ്ങളും പറയുന്നുണ്ട്, പല ചർച്ചയിലും പല ഗൗരവങ്ങളും പറയും കേട്ടോ. അല്ല, ഇത് താങ്കളുടെ പേഴ്സണൽ വിധി വന്നതിന് ശേഷം മാത്രമേ അങ്ങനെ ഗൗരവമുള്ള കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, ഓക്കെ, ഇപ്പൊ പറഞ്ഞത് ആവട്ടെ. ഇപ്പൊ പറഞ്ഞ കാര്യം അന്വേഷിക്കപ്പെടട്ടെ. അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം. ഞാൻ അതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കെതിരെ കള്ളക്കേസ് എടുക്കും. അതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കെതിരെ കള്ളക്കേസ് എടുക്കും. ദിലീപിന് വേണ്ടി സംസാരിക്കാൻ വന്ന എനിക്ക് വേണ്ടി കള്ളക്കേസ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി എന്തിനാണ് ഞാൻ വെറുതെ ഇതിനകത്ത് കള്ളക്കേസിന്റെ ബഹളമാണ്? നിങ്ങൾ ഇവിടെ പറയുന്നത് എന്താണ്? ദിലീപിന്റെ മൊബൈലിൽ നിന്നൊന്നും കിട്ടിയില്ലെന്ന്. ദിലീപിന് ബോംബെയിൽ കൊണ്ടുപോയ മൊബൈലിൽ നിന്ന് എല്ലാം റിട്രീവ് ചെയ്തെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞതാ. ഇവിടെ നിന്ന് കള്ളക്കഥ വീണ്ടും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ. ഞാൻ ചോദിക്കുന്നത്, ദിലീപിന്റെ കയ്യിൽ നിന്നും ബോംബെയിൽ നിന്നും കിട്ടിയ എല്ലാ മൊബൈലിന്റെ എല്ലാ വിവരങ്ങളും FSL റിപ്പോർട്ടിൽ കിട്ടിയിട്ടുണ്ടെന്ന് ഇവിടെ അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വാദിഭാഗം പബ്ലിക് പ്രോസിക്യൂട്ടർ. ഇവര് പിന്നെ ദിലീപിന്റെ ഫോൺ, അന്ന് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഫോൺ മുഴുവൻ കൊണ്ടുപോയല്ലോ. നിങ്ങൾ ഇപ്പോഴും മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇപ്പൊ ഒരു അന്വേഷണ സംഘം ഒരു ഫോൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി മായ്ച്ചു കളഞ്ഞതിന് ശേഷം കൊടുക്കുക എന്ന് പറയുന്നതാണ് രീതി. അങ്ങനെയാണെങ്കിൽ പിന്നെ സംവിധാനം വേണ്ടതില്ലല്ലോ. പിന്നെ അത് വീണ്ടെടുത്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. കൊടുക്കുന്നതിന് മുമ്പ് മായ്ച്ചു കളയാനുള്ള ശ്രമം ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു എന്നതറിയില്ല. അല്ല, നമുക്ക് ആ കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ ന്യായേ പറയുന്നേ? പൾസർ സുനിക്ക് പൈസ കൊടുത്ത തെളിയിക്കാൻ പറ്റേ? നിങ്ങൾ അവിടെ ഡിജിറ്റൽ അവിടെ നിൽക്കട്ടെ. പൾസർ സുനിക്ക് പൈസ കൊടുത്ത് തെളിയിക്കാൻ പറ്റിയോ? പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്ത് തെളിയിക്കാൻ പറ്റിയോ? പൾസർ സുനിയായിട്ട് ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? പ്രോസിക്യൂഷന് പറ്റാത്തതുകൊണ്ടാണല്ലോ കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞത്. മേൽക്കോടതിയിൽ തെളിയിക്കാൻ പറ്റുമോ എന്ന് നോക്കാം, അത്രേ ഉള്ളൂ. ഇപ്പോ കോടതി വിധി പറഞ്ഞ ഒരു വിഷയത്തിൽ മറിച്ചൊരു വിധി ഇപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സജി നന്ദിയാട്ട് കേരള ജനതയെ മണ്ടന്മാരാക്കുകയാണോ? 261 സാക്ഷിയിൽ 27 പേര് കൂറുമാറി, 233 പേര് കാശിക്ക് പോയ അഭിലാഷേ. അവരുടെ ഒരാൾ മുതൽ ശിക്ഷിക്കാൻ നിങ്ങളുടെ 860 സാക്ഷികൾ ഇപ്പൊ സിനിമാ ലോകത്ത് തന്നെയുള്ള സാക്ഷികളാണ്. അവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്കൊരു മനസാക്ഷി വേണ്ടേ? ഒരു ഡയറക്ടറും 3 സിനിമാ രംഗത്തുള്ള ആളുകളും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്നുള്ള താങ്കളുടെ വാദത്തിന് താങ്കൾക്ക് തെളിവുകളുണ്ട് എങ്കിൽ ദിലീപിനെ അറിയിക്കൂ. ദിലീപ് നിയമ പോരാട്ടവുമായി പോട്ടെ. താങ്കൾ പറഞ്ഞല്ലോ നിങ്ങളെ അഭിലാഷിന്റെ ഈ നമ്പറൊക്കെ കയ്യിരിക്കണം. അഭിലാഷ ഞാനും ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറയുന്നതിൽ എന്താ നമ്പർ? അന്വേഷിക്കണം. അപ്പൊ താങ്കൾ വെളിപ്പെടുത്തിയ താങ്കൾക്ക് 5 ലക്ഷം രൂപ കേരള പോലീസ് ഓഫർ ചെയ്തു എന്ന കാര്യം താങ്കൾ പൊതുജന മധ്യത്തിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതിൽ തീർച്ചയായിട്ടും ഒരു അന്വേഷണം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അന്വേഷണം വേണം. താങ്കൾ ആ അന്വേഷണത്തോട് സഹകരിക്കുകയും വേണം. അത് ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞു. രണ്ടാമത്തേത്, താങ്കൾക്ക് ബോധ്യമുള്ള ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ തെളിവുകൾ പുറത്തേക്ക് കൊടുക്കൂ. അതും അന്വേഷിക്കട്ടെ. ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നെങ്കിൽ അത് അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കണം എന്നല്ലേ പറയുന്നത്? ആ പരാതി കൊടുക്കാൻ അന്വേഷിപ്പിക്കാൻ ഞാൻ ആരാണ്? അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാം. അന്വേഷിക്കേണ്ടത് പോലീസല്ലേ? അത് ശരി, നമുക്ക് ചാനലിൽ നിന്ന് വളവള പറയാൻ അറിയത്തുള്ളൂ. അപ്പൊ
അല്ല, പറയൂ. അല്ല, അങ്ങ് ചാനലിലിരുന്നല്ലേ പറഞ്ഞത്? അല്ല, എന്താ ചെയ്യേണ്ടത് പറയൂ, കേൾക്കട്ടെ. പരാതി കൊടുത്താൽ അന്വേഷിക്കാൻ ആരില്ല. അതെന്താ ഇല്ലാത്തത്? താങ്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്താൽ അന്വേഷിക്കില്ല എന്ന് എങ്ങനെയാ പറയുന്നത്? അയ്യോ, അങ്ങോട്ട് കൊണ്ട് പരാതി കൊടുക്കേണ്ട താമസേ ഉള്ളൂ. ഇത് മുഖ്യമന്ത്രി ഇത് സത്യമല്ലേ? സത്യമല്ലേ? ചാനലിൽ വളവള പറയാതെ അന്തസ്സായിട്ട് ഒരു പരാതി കൊണ്ട് കൊടുക്കുന്നേ. അന്വേഷിക്കട്ടെ, ഞാൻ അന്വേഷിക്കണം എന്നല്ലേ പറയുന്നത്? പരാതി കൊടുക്ക്, എന്നിട്ട് അന്വേഷിപ്പിക്ക്. അല്ല, ദിലീപിന് നീതി വേണ്ടേ? അല്ല, നിലവിലെ ഈ നിയമ സംവിധാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമായല്ലോ. നിലവിലുള്ള ഈ നിയമ സംവിധാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമായല്ലോ. അപ്പൊ ഇനി പരാതി കൊടുക്കാമല്ലോ. എനിക്ക് വിശ്വാസമില്ലെന്ന് എനിക്ക് കോടതിയിലെ വിശ്വാസം. ദിലീപിന് നീതി വേണ്ടേ? എനിക്ക് 2 കള്ളക്കേസ് എടുത്തിട്ടുണ്ട്. അതേക്കുറിച്ച് പറയൂ. പോലീസ് ആരോപണങ്ങളും അന്വേഷിക്കപ്പെടണം എന്നുള്ളതാണ് എന്റെ പോയിന്റ്. സജി നന്ദ്യാട്ട്, ഗൂഢാലോചന നടന്നത് താങ്കൾ ആരോപിക്കുന്നു. ആ ഗൂഢാലോചന അന്വേഷിക്കണ്ടേ? താങ്കളുടെ കയ്യിൽ തെളിവില്ലേ? താങ്കൾ ആ തെളിവ് പോലീസിന് കൊടുക്കാൻ പോലെ അവർ അന്വേഷിക്കില്ലേ? ആദ്യമേ കള്ളക്കേസ് പിൻവലിക്കാൻ പറ. എനിക്കെതിരെ എടുത്തത് പറയൂ. അതൊക്കെ വേറെ വിഷയം. താങ്കൾക്ക് ഇപ്പോൾ ഒരു പ്രമാദമായ കേസിലെ ഗൂഢാലോചനയുടെ തെളിവുകൾ കൈവശം താങ്കൾ അത് പോലീസിന് കൈമാറ്. നിങ്ങൾക്ക് കടിച്ചിട്ട് അങ്ങ് വിട്ടാ മതി അല്ലേ? അല്ലല്ല, ഇത് താങ്കളെ പ്രോത്സാഹിപ്പിക്കാം അക്കാര്യത്തിൽ, അത്രേ ഉള്ളൂ. ദിലീപിന് നീതി വേണ്ടേ? ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തുന്നത് താങ്കൾക്ക് അറിയാലോ. അതെന്തുകൊണ്ട് അന്വേഷിപ്പിക്കാത്തത്? അതിന് തെളിവുകൾ താങ്കളുടെ കയ്യിലില്ലേ? മാത്രമല്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ദിലീപ് തന്നെ തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞ നിയമ സംവിധാനത്തെ സമീപിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ സജി നന്ദ്യാട്ടിന് വേണമെങ്കിൽ ഈ കാര്യം പറഞ്ഞ് മുന്നോട്ട് വരാമായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കൊടുക്കാമായിരുന്നു. അന്നൊക്കെ ചാനലിലിരുന്ന് അങ്ങ് നേരത്തെ പറഞ്ഞ വളവള പറയുകയാണ് ചെയ്തത്. ദിലീപിന് എന്ന ഫലം കിട്ടി. ഹലോ, ഫലം കിട്ടിയോ? കേക്കട്ടെ. ഇന്ന് കിട്ടിയില്ലേ? അല്ല, അത് കോടതിയാ, പോലീസല്ല. ഇന്ന് കിട്ടുന്ന കോടതിയിലാ. അല്ല, പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലല്ലേ കോടതിയിലേക്ക് കാര്യങ്ങൾ ചെല്ലുള്ളൂ. അങ്ങനെ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യൂ. ഒന്നുമില്ല, വട്ടപൂജ്യം തെളിവ്, വട്ടപൂജ്യം. കള്ളക്കേസ് ഫ്രെയിം ചെയ്തു. IPC സജി നന്ദ്യാട്ടിന്റെ ആരോപണം